ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂടെയിൽസിലേക്ക് വെൽക്കം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്കിയുടെ 10 സ്റ്റേഷൻസിലെ ഫസ്റ്റ് സ്റ്റേഷൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സാമ്പിൾ ആൻസേഴ്സുമാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് വരുമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഓസ്കി പ്രാക്ടിക്കൽ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കണ്ടതിന് ശേഷം നിങ്ങളുടെ വീടിനുള്ളിലോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ നിങ്ങളൊരു റോൾ പ്ലേ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഈ റോൾ പ്ലേ ചെയ്ത് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്കി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അപ്പോൾ അതെനിക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മുടെ എല്ലാ സ്റ്റേഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത്, അതുപോലെ ക്യാപ് ഡൊമൈൻസ് അതിന് ശേഷം ഡിസ്കസ് ചെയ്ത്, പിന്നെ നമ്മുടെ തിയറി, ഓൺലൈൻ തിയറിയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യനും ആൻസേഴ്സും കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പം നമുക്ക് ആ സാമ്പിൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് കണ്ടു നോക്കിയാലോ. സാമ്പിൾ സ്റ്റേഷൻ 1 പേഷ്യന്റ് അസസ്മെന്റ് ആൻഡ് ഒബ്സർവേഷൻ ആണുള്ളത്. സ്റ്റേഷൻ ഒബ്ജക്റ്റീവ് നമ്മൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ബേസിക് പേഷ്യന്റ് അസസ്മെന്റും വൈറ്റൽ സയൻസുമാണ് അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് തന്നിരിക്കുന്ന പേഷ്യന്റ് 45-year-old പേഷ്യന്റ് ആണ്. ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. പേഷ്യന്റ് മൈൽഡ് ഡിസ്കംഫോർട്ടും അതുപോലെ ആൻഷ്യസുമാണ്. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ഒബ്ജക്റ്റീവ് എന്താ തന്നിരിക്കുന്നത് നോക്കാം. പെർഫോം എ ബേസിക് പേഷ്യന്റ് അസസ്മെന്റ്, അതിൽ വൈറ്റൽ സയൻസ് ഡോക്യുമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റെപ്സ് പേഷ്യന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇനി ഇതിൽ നമ്മൾ പറയത്തില്ല, ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഗ്രീറ്റ് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ പേഷ്യന്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കൺഫേം ചെയ്യണം. നമ്മൾ അതിന്റെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവരോട് പറയുക, എൻ്റെ പേര് ഇന്നതാണ്, ഞാനൊരു നേഴ്സാണ്, ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്, നീ ഓക്കെ അല്ലേ? അതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. ഇനി അടുത്തത് നമ്മുടെ വൈറ്റൽ സയൻസ് മെഷർമെന്റ് ആണ്. അതിൽ നമ്മൾ ഒരു നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ അറിയാം. അത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഫൈൻഡിങ്സ് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യാനും ശ്രമിക്കുക. ഇനി അടുത്ത സിംറ്റംസ് ആണ്. സിംറ്റംസ് അസസ് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും, നിന്റെ പെയിൻ എങ്ങനെയുണ്ട്, പെയിൻ ലെവൽ എങ്ങനെയാണ്, പെയിൻ സ്കോർ, അതുപോലെ ഏത് ടൈപ്പ് പെയിൻ ആണ്, അതെല്ലാം പേഷ്യനോട് തന്നെ ചോദിച്ച് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുക. നമ്മുടെ ഒബ്സർവേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കണ്ടീഷന്, അതുപോലെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, സൈൻ ഉണ്ടോ, അതുപോലെ എന്തെങ്കിലും അവരെ അലട്ടുന്നുണ്ടോ, അതുപോലെ ഈ അബ്നോർമാലിറ്റീസും എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ നഴ്സിംഗ് ആക്ഷനും ഹാൻഡ് ഓവറുമാണ്. അതിൽ പേഷ്യന്റ് റീഅഷുറൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക കാര്യങ്ങൾ, അവർ ചോദിക്കാൻ ആൻസർ ചെയ്യുക, ഫൈൻഡിങ്സ് ഡോക്ടേഴ്സിന് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം, എമ്പതറ്റിക് ആയിരിക്കണം. അതുപോലെ ലാസ്റ്റ് വേർഡ് കൃത്യമായി അവരോട് പറയുക, ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, നിന്റെ ചെസ്റ്റ് പെയിൻ നിന്നെ കൺസേൺ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ കീ സ്കിൽസ് മെയിൻലി ഇതിൽ അസസ് ചെയ്യുന്നത് നമ്മുടെ ആക്യുറസി ആണ്, പിന്നെ നമ്മുടെ എബിലിറ്റി ആണ് ഈ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനുള്ള. പ്രൊഫഷണൽ ആണോ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, ക്ലിനിക്കൽ ജഡ്ജ്മെന്റ്. അപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എല്ലാവരും കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ റൂമിനുള്ളിൽ റോൾ പ്ലേ ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഓസ്കി അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. പിന്നെ നിങ്ങൾ തുടർന്ന് വീഡിയോ കാണാനായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് അടുത്ത സ്റ്റേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വരുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് ക്യാപ് ഡൊമൈൻസ്, അതുപോലെ തന്നെ ഓൺലൈൻ തിയററ്റിക്കൽ എക്സാമിൻ്റെ സാമ്പിൾ ആൻഡ് ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സജഷൻസ്, അതുപോലെ എന്താണ് ഉൾപ്പെടുത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എഡ്യൂടെയിൽസ് അടുത്ത ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.